Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി എന്തിനു വേണ്ടിയും, അതായത് നിങ്ങൾക്ക് വേണ്ടി, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടും പോരാടുവാൻ ഈ വ്യക്തി തയ്യാറാണ്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് റൊമാൻസ് ഏഞ്ചൽസ് കാർഡ്സും പിന്നെ കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ റിലേഷൻഷിപ്പിൽ വരുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ നമ്മൾ കാർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെ കാർഡ്സ് ആണ്, എന്തൊക്കെ എനർജീസ് ആണ്, എന്തൊക്കെ മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ആദ്യത്തെ എനർജിയാണ്, നമുക്ക് നോക്കാം. ആർക്കേഞ്ചൽ റാഫേൽ ആണ് കിട്ടിയിട്ടുള്ളത്. ലവ്, ഹീലിംഗ് ആൻഡ് മിറാക്കിൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഏഞ്ചൽസിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി ഇല്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ആരും ഗൈഡ് ചെയ്യാനില്ല, ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ആർക്കേഞ്ചൽ റാഫേൽ ആണ്. അപ്പൊ ഈ ഒരു ഏഞ്ചലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏഞ്ചൽ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, റൊമാൻറ്റിക് ലൈഫ്, അതായത് നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിലുള്ള ഈ ഒരു റൊമാൻസ്, ഈ ഒരു റൊമാൻറ്റിക് ലൈഫ്, അത് നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എനർജിയും ഉണ്ടാക്കി തരുന്ന ഒരു ഏഞ്ചൽ ആയിട്ടാണ് കാണിക്കുന്നത് ആർക്കേഞ്ചൽ റാഫേൽ. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ഹീലിങ്സ് വരുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഹീല് ചെയ്ത് തരാൻ കഴിവുള്ള ഈ ഒരു റാഫേൽ മാലാഖയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ പേരിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമ്മൾ 3 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാർഡ് ഈ ഒരു ആർക്കേഞ്ചൽ റാഫേൽ ആണ്. അത് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും 2 കൈകളിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ എനർജി ബോൾ ആണ്. ഓക്കെ, അതൊരു എനർജി ബോൾ ആണ്, ഒരു ഇൻവിസിബിൾ ബോൾ ആണ്, എനർജറ്റിക് ഇൻവിസിബിൾ ബോൾ ആണ്. അതൊരു ഒരു ഒരു ഉരുണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വളയം പോലത്തെ ഒരു കാര്യമാണ്. അത് 2 കൈകളിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് മിറാക്കിൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം പലതരത്തിലുള്ള അത്ഭുതങ്ങളെയും അല്ലെങ്കിൽ എത്ര പ്രതിസന്ധിയിലാണോ ഈ റിലേഷൻഷിപ്പ് പോകുന്നത്, ഇനിയിപ്പോ ഒരു സാധ്യതയും ഇല്ലേ, എന്തൊക്കെയാണെങ്കിൽ പോലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ എനർജി എല്ലാം മാറ്റിമറിച്ച്, സിറ്റുവേഷൻസ് എല്ലാം മാറ്റിമറിച്ച് എനർജിക്ക് വളരെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏഞ്ചലും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏഞ്ചലിന്റെ എനർജി ആദ്യമേ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും മാനിഫെസ്റ്റേഷൻ കൊണ്ടും എല്ലാത്തിനുപരി ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് നയിക്കാൻ യൂണിവേഴ്സിന് താല്പര്യമുള്ളത് കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു എനർജി, ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇൻവിസിബിൾ ബോൾ ആണ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മിറാക്കിൾസും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പലതരത്തിലുള്ള മിറാക്കിൾസ്, അതായത് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി ഇതിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല, ഒരു പ്രതീക്ഷയുമില്ല, ഇതിങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, ആ ഒരു ലെവലിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കാര്യം മാറാൻ ഒരു നിമിഷം മതി. സാഹചര്യം, സന്ദർഭം എല്ലാം തന്നെ മാറാൻ ഒരേ ഒരു നിമിഷം മതി.
കാരണം അതിന് കഴിവുള്ള ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് എനർജിയിലേക്ക് പോകാം. അതായത് ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ തന്നെ കാർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി. ഫസ്റ്റ് റാഫേൽ മാലാഗയുടെയാണ്. സെക്കൻഡ് ആരുടെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. പേഴ്സണൽ പവർ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു പുരുഷൻ അല്ലെ, ഒരു പുരുഷന്റെ ഒരു മാനിന്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വളരെയധികം വളരെയധികം തടിക്കഷ്ണം, അതായത് ആ ഒരു മരത്തിന്റെ തടിക്കഷ്ണം തോളിൽ വെച്ചിട്ടുണ്ട്, മസിലൊക്കെ ഉണ്ട്, നല്ല ഒരു ശക്തിയുള്ള, അത് മാത്രമല്ല വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. ഈ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് വില കൊടുത്തും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളെക്കാൾ ഉപരി ഒരു പക്ഷേ ഈ പേഴ്സന്റെ എനർജിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങളാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഈ ഒരു എനർജിയോടുകൂടി, ഈ ഒരു കാർഡോടുകൂടി എനിക്ക് പറയാൻ കഴിയുന്നത് ഇത് നിങ്ങളുടെ എനർജിയിലല്ല വന്നിട്ടുള്ളത്, ഈ പേഴ്സന്റെ എനർജിയിലാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി. ഈ ആള് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആണ്, വളരെയധികം സ്ട്രെങ്ത് ആണ്, അംബീഷ്യസ് ആണ്, നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ്. ഓക്കെ, നമുക്ക് ഈ പേഴ്സന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഇറ്റ്സ് വെരി പവർഫുൾ, വളരെ പവർഫുൾ ആയിട്ട്. മേ ബി താടി മീശയൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. വളരെയധികം ബിയേർഡ് ആയിട്ടുള്ള, ഭയങ്കര കട്ടത്താടി മീശ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. വളരെ ജിംനാസ്റ്റിക് ആയിരിക്കാം, ഭയങ്കര വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ശരീരമൊക്കെ ആയിരിക്കാം. ബോഡിയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ആരോഗ്യമൊക്കെ നോക്കി പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഭയങ്കര പൊക്കം, ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ബോത്ത് ട്രഡീഷണലും ആണ്, അതുപോലെ ഫാഷനബിളും ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അങ്ങനത്തെ എനർജിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെയധികം പേഴ്സണൽ പവർ ഉള്ള, അതായത് മനസ്സുകൊണ്ടും, അതായത് പുറമേ നിന്ന് നോക്കുകയാണെങ്കിലും ഈ പേഴ്സൺ വളരെയധികം പവർഫുൾ ആണല്ലോ എന്ന് നമുക്ക് തോന്നിക്കും. അറ്റ് ദ സെയിം ടൈം പുറമേ കാണാനും അകവും അതുപോലെ മനസ്സും അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ എവിടെ കൊണ്ടുപോയിട്ടാലും ജീവിക്കും. ഈ പേഴ്സണെ നമ്മൾ എവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്താലും ഈ പേഴ്സൺ ജീവിച്ചു പോകും, സർവൈവ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ വളരെയധികം ഡിറ്റർമിനേഷനും സ്ട്രെങ്ത്തും ഉള്ള ഒരു പേഴ്സൺ ആണ്. മറ്റുള്ളവരുടെ ആരുടെയും ഔദാര്യം ഈ പേഴ്സൺ ആവശ്യമില്ല. അത് പണത്തിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും. ഓക്കെ, ഒരു കാര്യം ഇല്ലെങ്കിൽ അതില്ല, അത്ര തന്നെ. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പേഴ്സൺ നോക്കും. ആരുടെ ഔദാര്യം വേണ്ട, പണം പോലും എനിക്ക് തോന്നുന്നു ആരുടെയും കയ്യിൽ നിന്ന് ഈ പേഴ്സൺ പേടിക്കില്ല. ബിക്കോസ് സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഉള്ള, ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഫോക്കസ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു ഡിറ്റർമിനേഷൻ ആണ്, അല്ലെങ്കിൽ വളരെയധികം ഒരു പവർഫുൾ ആയിട്ടുള്ള, സ്വന്തമായിട്ട് തന്നെ ലക്ഷ്യബോധമുള്ള, എവിടെ കൊണ്ടുപോയിട്ടാലും അതിനെ സർവൈവ് ചെയ്യാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, എന്ത് ജോലി കണ്ടുപിടിച്ചും ഈ പേഴ്സൺ അത് ജോലി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കിക്കോളും, അവനവന്റെ കാര്യങ്ങൾ നിറവേറ്റിക്കോളും. ഒപ്പം നിങ്ങളെയും കൂടി കൂടെ കൂട്ടാൻ ഈ പേഴ്സൺ ആഗ്രഹമാണ്. ബിക്കോസ് നിങ്ങളെയും കൂടി കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതിനുള്ള ചങ്കൂറ്റം, നട്ടല്, തൻ്റെടം, ധൈര്യം ഒക്കെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു നിസ്സാരമായിട്ടുള്ള എനർജി അല്ല. ഐ ഫീലിംഗ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ പേഴ്സൺ ഫോർ യു. ബിക്കോസ് ഈ പേഴ്സൺ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിക്കോസ് അങ്ങനെയാണ്, ഒന്നും ആശ്രയിച്ചിട്ടല്ല ഈ പേഴ്സൺ ജീവിക്കുന്നത്, ആരെയും ആശ്രയിച്ചിട്ടല്ല. എനിക്ക് തോന്നുന്നു ഒറ്റക്ക് വഴിവെട്ടി വന്ന വ്യക്തിയാണ്. ഓക്കെ, ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് പോലും കഴിയുന്നത്ര യാതൊരു തരത്തിലും സപ്പോർട്ട് ഈ വ്യക്തിക്ക് ഇല്ലായിരിക്കാം. അപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ച് വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അടുത്ത എനർജി 3 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഫോബിയാസ് കാണിക്കുന്നുണ്ട്, നമ്പർ 6 ആണ്. നമുക്കറിയാം ശക്തമായിട്ട് കൊടുങ്കാറ്റ് വീശുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്താണ്
ഈ കടല് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു കപ്പല് നമുക്ക് കാണാം. അത് വീഴാറായിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ? പിന്നെ എന്താണ് ഇടിവെട്ട്, ആകാശം കാർമേഘം ഇരുണ്ടുകൂടിയിരിക്കുന്നു, മഴ പെയ്യുന്നു. ദെൻ ഒരു കഴുകൻ, യെസ്, അത് നിൽക്കുന്നു. അതിന്റെ തൊട്ട് താഴെ എട്ടുകാലി, അതിന്റെ തൊട്ട് താഴെ പാമ്പ്, അതിന്റെ തൊട്ട് താഴെ തീ പിടിച്ചിരിക്കുന്നു. ഈ ഒരു കോണിപ്പടിക്ക്. ഓക്കെ. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഫോബിയാസ് ആണ് കാണിക്കുന്നത്. ആങ്സൈറ്റി ഓവർകമ്മിങ് ഫിയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ പേഴ്സണ് വളരെയധികം വിൽ പവർ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചില സമയത്ത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി പോകുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ചോദ്യചിഹ്നമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട്. ഓക്കെ. അതായത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു, അല്ലെങ്കിൽ ഇതോടുകൂടി എല്ലാം തീർന്നു, ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്തതും ഇതിന് വേണ്ടിയിട്ട് ഒക്കെ വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും റിയൂണിയൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ വേറെ ഒരു എനർജിയിലേക്ക് പോകുന്നില്ല, വേറൊരു കണക്ഷനിലേക്ക് ഈ പേഴ്സൺ പോകുന്നില്ല. ബിക്കോസ് ഈ പേഴ്സണെ കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളതാണ് എന്താണ് ഈ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വളരെയധികം ആങ്സൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പെടുന്ന ഒരു ഇതായിട്ട്, കാരണം ഈ ഒരു കാർഡ് തന്നെ കണ്ടാലറിയാം കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ. ചിലപ്പോൾ ഈ ബോട്ടിന്റെ ഉള്ളിൽ നിങ്ങളാണെന്നായിരിക്കാം നിങ്ങൾ സങ്കല്പിക്കുന്നത്. ബിക്കോസ് ആ ഒരു രീതിയിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഫാക്ടേഴ്സ്, ഓക്കെ, ഇപ്പം പൊതുപരമായിട്ടുള്ള സൊസൈറ്റി പരമായിട്ടുള്ള കുറേ ചിന്തകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പേടിയെ മറികടക്കാനാണ് പറയുന്നത്. ആങ്സൈറ്റീനെ ആശങ്ക വേണ്ട. ഓക്കെ. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് യു ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. എസ്പെഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു ട്രിനിറ്റി പോലെയാണ്. അത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പേടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടും പറയുന്നുണ്ടാകാം എനിക്ക് പേടിയാകുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ. ബിക്കോസ് ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പേടി നിങ്ങളെ പലപ്പോഴും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. ഓക്കെ. അത് മാത്രമാണ് എനിക്ക് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കണം. മസ്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഒരു നേരം മെഡിറ്റേഷൻ ചെയ്തിട്ടും ഈ ഒരു പേടി മാറുന്നില്ലെങ്കിൽ 2 നേരം ആക്കാനായിട്ട് നോക്കണം. രാവിലെയും ചെയ്യണം, രാത്രിയും ചെയ്യണം. ഇനിയിപ്പോൾ രാവിലെയും രാത്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം എപ്പോഴാണോ അപ്പം ചെയ്യാം. ഓക്കെ. അങ്ങനെ ചെയ്യാനായിട്ട് നോക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അങ്ങനെ ചെയ്യാനായിട്ട് നോക്കണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഹീലിംഗ് വരുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മന്ത്രം, ഓക്കെ, എന്തെങ്കിലും ഒരു മന്ത്രമോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിൾ വചനോ, മുസ്ലിംസ് ആണെങ്കിൽ ഖുറാനോ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലീജിയസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്ന് വെച്ചാൽ സമയം കിട്ടുമ്പോൾ. അതിപ്പോൾ ഒരു മന്ത്രമായിരിക്കാം, ഒരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അഫർമേഷൻ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. അത് അങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് എനിക്കിവിടെ ഒരു സൊല്യൂഷൻ ആയിട്ട് എൻ്റെ ഇൻഡ്യൂഷനിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ പേഴ്സണും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട്, അതായത് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പ് റിപ്പീറ്റ് ആണ്. ഓക്കെ. ഷിഫ്റ്റ്, റിലീസ് ഓർ എൻജോയ്. അതായത് ഒരു മാസീവ് ചേഞ്ച് ആണ് നിങ്ങളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഈ പറയുന്നത് പോലെ ചില സമയങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യചിഹ്നമായി മാറും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്. പക്ഷെ അതിനുശേഷം വലിയൊരു മാസീവ് ചേഞ്ച് ആണ് വരുന്നത്, വലിയൊരു ഷിഫ്റ്റ് ആണ്. അത് പണ്ടത്തേനെക്കാട്ടിലും കൂടുതൽ കണക്ഷനിലേക്ക് പോകുന്ന ഒരു ലെവലിലേക്കാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന് ബ്രേക്കപ്പ് നടന്നു, ഒരാഴ്ച മിണ്ടിയില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ മിണ്ടിയില്ല, ബട്ട് അതിനുശേഷം നിങ്ങൾ റിയൂണിയൻ സംഭവിക്കുന്നു. നിങ്ങൾ 2 പേര് പോലും അറിയാതെ റിയൂണിയനിലേക്ക് വരുന്നു.
ആ റിയൂണിയനിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ പണ്ടത്തേനേക്കാളും കൂടുതൽ സന്തോഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് വർക്കാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ സെപ്പറേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇത് കാര്യമായിട്ടൊന്നും വർക്കാകാൻ പോകുന്നില്ല. ബട്ട് നെവർ, ഇത് വീണ്ടും ഒന്നിക്കുന്നു ആൻഡ് എഗെയിൻ പണ്ടത്തേനേക്കാളും കൂടുതൽ സന്തോഷമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം കൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾ ഇനി മുന്നോട്ട് ജീവിക്കണ്ട എന്ന് പോലും തീരുമാനമെടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോഴൊക്കെ പോലും നിങ്ങൾക്ക് എന്താണ് അത്രയും ഒരു എന്താ പറയാ, ഇത് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമായതും എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു കൂട്ടായി മാറിയത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു പ്രതീക്ഷ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിച്ച് പിരിയുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ടുഗെദർ, ജസ്റ്റ് ഒരു ഡേറ്റ് ചെയ്യുക, പോവുക, അങ്ങനത്തെ ഒരു കണക്ഷൻ മാത്രമല്ല. ഇതെനിക്കിവിടെ ഒരു പാസ്റ്റ് ലൈഫ് എനർജിയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ജന്മത്തിലും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കുറെയൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത് ഈ പേഴ്സന്റെ സ്നേഹവും പ്രൊട്ടക്ഷനും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിപ്പോ നിങ്ങളുടെ മാത്രം കഴിവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഈ പേഴ്സന്റെ കഴിവാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആവർത്തിച്ചു വരുന്ന ഒരു പാറ്റേൺ ആണിത്, ഒരു രീതിയാണ്, അല്ലെ ആവർത്തിച്ചു വരുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അടിത്തറ, ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പല രീതിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നുണ്ട്, പല ചങ്ങലകളിൽ നിന്നും നിങ്ങൾ ബന്ധിച്ച് കിടക്കുകയായിരുന്നു, അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് റിപ്പീറ്റ് ആണ്, അതായത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സെപ്പറേഷൻ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിരിക്കാം. സോ സെപ്പറേഷൻ ആകാനായിട്ടുള്ള ആ ഒരു റീസൺ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസീറ്റ് ആണ്. ആൻഡ് ഓൾസോ ദിസ് ലേഡി യെസ് വിഷമിച്ചിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഷീ ഹാവ് എ റിംഗ് ഓൺ ഹെർ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ഒരു ഇടത് കൈയിലായിട്ട് ഒരു മോതിരം കൈ പിടിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ വിഷമിക്കുന്നുണ്ട് ആള്. ഓക്കെ, വിഷമിച്ചിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ജനലരികത്ത്. ബിട്രയൽ മാനിപ്പുലേഷൻ ആണ്. ഇവിടെ നമുക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ തേർഡ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ എൻ്റെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഒന്നുമില്ല, ഞാനും എൻ്റെ പേഴ്സണും മാത്രമേ ഉള്ളൂ, എനിക്ക് അങ്ങനെ തേർഡ് പാർട്ടി ഇഷ്യൂസ്. ബട്ട് അങ്ങനെയല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നല്ല രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണെ പറഞ്ഞ് നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോവുക. അതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാനിപ്പുലേഷനെ സൂചിപ്പിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാനിപ്പുലേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും നോക്കി ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, ഈ പേഴ്സന്റെ അടുത്തുള്ള സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ ഒപ്പം എന്താണ് ചങ്ക് അല്ലെങ്കിൽ ചങ്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റി ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളും കൂടിയാണ്. അപ്പൊ മേ ബി ഇപ്പൊ ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെങ്കിൽ പോലും ഇതൊരു എൻഗേജ്മെന്റ് റിംഗ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള, എന്നിട്ടത് മാരേജിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അതൊരു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു മാനിപ്പുലേഷൻ നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അത് കളത്തിന് പുറത്താണ്, അല്ലെങ്കിൽ അത് ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലല്ല. ഓക്കെ, അപ്പൊ അത് പുറകിലായിട്ടാണ് കാണിക്കുന്നത്. പുറകിലായിട്ട്, പിന്നിലായിട്ട്, ഇരുട്ടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇരുട്ടെന്ന് ഉദ്ദേശിച്ചത് ശരിക്കും ഇരുട്ടെന്നല്ല,
അതായത് നിങ്ങളുടെ കൺമുന്നിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺമുന്നിലോ അല്ല, വളരെ രഹസ്യം അല്ലെ ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ മാനിപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ അത് മാനിപ്പുലേഷൻ നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ മനസ്സ് പറഞ്ഞു മാറ്റുക, അല്ലെങ്കിൽ വേറൊരു എനർജിയിലേക്ക് കൊണ്ടുപോയി വിടുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജും കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. ഡിവോഷൻ ആണ് ഓവറോൾ എനർജി, സ്പിരിച്വൽ പ്രാക്ടീസസ് ആൻഡ് ഇൻഡ്യൂട്ടീവ് ഹിസ്റ്ററി എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പോലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം ബലപ്രദമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പൂർണ്ണചന്ദ്രനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഒരുപാട് എനർജീസ് നിങ്ങളിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നിന്നും നിങ്ങളെ തേടി വന്നിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പുറത്തോട്ട് കളയാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങളുടെ സോളിലേക്ക് അട്രാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ബിക്കോസ് അതൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഇവിടെ വളരെയധികം ഡിവോഷനെയാണ് സൂചിപ്പിക്കുന്നത്, സ്പിരിച്വൽ പ്രാക്ടീസസ് ആൻഡ് ഇൻഡ്യൂട്ടീവ് ഹിസ്റ്ററി എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ സ്പിരിച്വൽ പ്രാക്ടീസസ് ആൻഡ് ഇൻഡ്യൂട്ടീവ് ഹിസ്റ്ററിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജ്ഞാനദൃഷ്ടി ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞാൽ മതി. ഓക്കെ, അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളെ എന്താ പറയാ, രഹസ്യമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പണി തരുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ ശത്രുക്കളുടെ മുഖം മൂടി വലിച്ച് കീറുന്നതായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ്, അതായത് ഈ പേഴ്സണെ കണ്ടുമുട്ടിയത് എന്തിനാണ്, ഇതിന്റെ ഓവറോൾ എനർജി എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടിട്ട് നിങ്ങളുടെ സോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിന്റെ ഫ്യൂച്ചർ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഡിവോഷൻ ആണ്. അത് നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി അവേക്കനിങ് ആകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആകാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്കിനി റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, കോപെറ്റൻസി അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫാണ്. സർട്ടൻ അഡിക്ഷൻസ് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു റൊമാൻറ്റിക് ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അത് നിങ്ങളല്ലായിരിക്കാം പ്രശ്നക്കാർ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. സർട്ടൻ അഡിക്ഷൻസ്, അതിപ്പോൾ അമിതമായിട്ട് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നടക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താണ്ടിരിക്കുക, അതൊക്കെ ഒരു അഡിക്ഷൻസ് ആകാട്ടോ. എന്ത് വേണമെങ്കിലും ആകാം അഡിക്ഷൻ. ഒരു കാര്യം നമ്മൾ അമിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആണ്. അതിപ്പോ മദ്യപാനോ പുകവലിയോ മാത്രമല്ല അഡിക്ഷൻ. ഓക്കെ, അങ്ങനെയും വരും. ആൻഡ് ഓൾസോ അടുത്തത് റൊമാൻസ് ഏഞ്ചൽസ്, പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്, ദ സൈൻസ് ആർ കോഷിംഗ് യു. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ചില സമയത്ത് ചില നിബന്ധനകൾ വരും, അല്ലെങ്കിൽ ചില സ്തംഭനങ്ങൾ വരും, അതായത് ഒരു തടസ്സങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ അതിന്റെ സയൻസ് നിങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ അത് തെളിയും. അപ്പോൾ അത് മുൻകൂട്ടി തന്നെ നിങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ആ ഒരു രീതിയിൽ ആ ഒരു എന്താ പറയാ, ഒരു പക്വതയോടുകൂടി അത് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഫ്രീ യുവർ സെൽഫ്, ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ആണ്. ഇവിടെ എവിടേക്കോ നിങ്ങൾ സ്റ്റക്നെസ് ആയി പോകുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ആനിമല് ചുറ്റിനും ഒരു വേലി കെട്ടി അതിന്റെ നടുക്കാണ് ഈ ഇരിക്കുന്നത്, വളരെ സ്റ്റക്നെസ് ആണ്. അപ്പൊ ഇതിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ ഒരു എന്താ പറയുക, റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അത് മേ ബി നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, വിഷമിക്കുന്നുണ്ടാകാം, ലൈക്ക് ദിസ് ലേഡി, ഈ ലേഡിയുടെ പോലെ വിഷമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം.
അപ്പൊ അതിന്റെ ആവശ്യമില്ല. അത് കുറച്ചും കൂടി എന്താണ്, നിങ്ങൾ പുറത്തേക്ക് വാ, നിങ്ങളുടെ എനർജിയൊക്കെ ആയിട്ട്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ആയിട്ടൊക്കെ പുറത്തേക്ക് വാ. ഓക്കെ, അത് തന്നെയാണ് ഇറ്റ്സ് ഗുഡ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. യെസ്, നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റസ് വൈൻഡ് അപ്പ്. ലെറ്റർ എം കിട്ടിയിട്ടുണ്ട്, ഏരീസ് സോഡിയക് സൈൻ. അതുപോലെ നമ്പർ 11 മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ്. യെസ്, അവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാകാം. എഞ്ചിനീയർ ഫീൽഡ് കാണിക്കുന്നു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, വാദ്യോപകരണങ്ങൾ അതൊക്കെ യൂസ് ചെയ്യുന്ന ആളാകാം. സോൾമേറ്റ് ആയിട്ട് കാണിക്കുന്നു, സോൾമേറ്റ് കണക്ഷൻ. ലെറ്റർ പി ആൻഡ് ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അശ്വതി നാള് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.